ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദ ബിഗിനിങ് ആഫ്റ്റർ ദ എൻഡിൻ്റെ 9ാമത്തെ എപ്പിസോഡാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഇതിൻ്റെ അടുത്ത എപ്പിസോഡ് ഇറങ്ങാൻ എന്തായാലും ഒരാഴ്ച എടുക്കും. ആ ഗ്യാപ്പിൽ നമ്മൾ ഇതിനെ മാങ്ങ എക്സ്പ്ലെയിൻ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കഥയിലേക്ക് കിടക്കാം. അപ്പോൾ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ആർത്തർ സിൽവിയ പഠിപ്പിച്ചു കൊടുത്ത ടൈം ഫ്രീസ് ചെയ്യാനുള്ള മാജിക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ കുറച്ചു നേരം കൺട്രോൾ ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അവൻ്റെ കൺട്രോൾ പോകുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, അത് കുറച്ച് നിമിഷങ്ങൾ മാത്രമേ നീണ്ടു നിന്നുള്ളൂ. ഞാൻ വളരെ അശ്രദ്ധനായിരുന്നു. മറ്റെന്തെങ്കിലും വഴിയുണ്ടോ? ഇല്ല, എനിക്കെൻ്റെ ശക്തി പൂർത്തിയാക്കണം, എൻ്റെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കാൻ. അതുകൊണ്ടാണ് ഞാനിവിടെ തിരിച്ചെത്തിയത്. അപ്പോൾ സിൽവിയ ആർത്തറിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആർത്തർ സിൽവിയ എടുത്ത് കൊഞ്ചിക്കുമ്പോൾ എന്തൊരു ബാഡ് സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, അത് നിന്നിൽ നിന്നാണല്ലേ, ഇന്ന് ഞാൻ മാത്രമല്ല നീയും കുളിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിൽവിയെ കുളിപ്പിക്കുന്നു. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, ഇപ്പോഴാണ് നീ വൃത്തിയായത്. ഇത് കേട്ടിട്ട് ആലീസ് പറയുന്നുണ്ട്, ഇനി നീയും കൂടിയും വൃത്തിയാവണം. എന്നിട്ട് അവനൊരു ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അവൻ്റെ മുടിയെല്ലാം വെട്ടിക്കളയുന്നു. അത് കണ്ടിട്ട് ആലീസ് പറയുന്നുണ്ട്, ആർത്തർ നിന്നെ കാണുമ്പോൾ വളരെ സുന്ദരനായിട്ടുണ്ട്. അപ്പോൾ എലനോർ പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ ചേട്ടൻ. അപ്പോൾ ആർത്തർ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ എൻ്റെ മുടിയൊക്കെ വെട്ടിക്കളഞ്ഞത്? അപ്പോൾ ടാബിത്ത പറയുന്നുണ്ട്, അടുത്ത തവണ ഞങ്ങളുടെ ആക്ഷൻ ഹൗസ് കാണിക്കാൻ നിന്നെയും കൊണ്ടുപോകാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ആലീസ് പറയുന്നുണ്ട്, ഹെൽസ്റ്റിയ ആക്ഷൻ ഹൗസ് അത്രമാത്രം ഫേമസ് ആണ്. രാജകുടുംബങ്ങൾ പോലും അവിടെ അതിഥികളായി വരും. നിനക്ക് അവിടെ ഈ രൂപത്തിൽ കയറി ചെല്ലാൻ കഴിയില്ല. കുറച്ച് വൃത്തിയിലൊക്കെ പോകണം. അതുകൊണ്ടാണ് നിൻ്റെ മുടി ഞാൻ വെട്ടിക്കളഞ്ഞത്. അപ്പോൾ ആർത്തർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഇത്രയ്ക്ക് മോശമായിരുന്നു. അപ്പോൾ ടാബിത്ത പറയുന്നുണ്ട്, ആർത്തർ ഞാൻ നിനക്ക് സൈറസ് സിറ്റി ചുറ്റി കാണിച്ചു തരാം. അപ്പോൾ എലനോർ ആർത്തറിനോട് പറയുന്നുണ്ട്, ചേട്ടാ എൻ്റെ കൈ പിടിച്ച് നടക്കാമോ? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, അതിനെന്താ, അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ലിലിയ പറയുന്നുണ്ട്, നീ എന്നെ അസൂയപ്പെടുത്തുന്നു. നീ വരുന്നതിന് മുമ്പ് എലനോർ എപ്പോഴും എൻ്റെ കൂടെ ആയിരുന്നു നടന്നിരുന്നത്. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന അവളുടെ സഹോദരനെ കുറിച്ച് അറിയാൻ അവൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോൾ ലിലിയ പറയുന്നുണ്ട്, ആർത്തർ നിനക്ക് ഈ ഔട്ട്ഫിറ്റ് നന്നായി ചേരുന്നുണ്ട്. അപ്പോൾ ആർത്തർ ചോദിക്കുന്നുണ്ട്, ഇതെനിക്ക് വേണ്ടി നീ എടുത്തതാണോ? അപ്പോൾ നമ്മുടെ ലിലിയ നാണം കൊണ്ട് പറയുന്നുണ്ട്, എല്ലാം ഞാനല്ല, എങ്കിലും ചിലതൊക്കെ. എന്നിട്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ട്. ആ ഷോട്ട് അവിടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആർത്തർ സൈറസ് സിറ്റിയിലെ കുറേ കടയിൽ കയറിയിട്ട് അവിടുന്ന് കുറേ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ആർത്തർ ഒരു റിങ് എടുത്തുകൊണ്ട് ഒരു സ്റ്റാച്ചുവിൻ്റെ മുകളിൽ എറിഞ്ഞ് കളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ദേഹത്തേക്ക് കുറച്ച് കുട്ടികൾ ഒരു റിങ് വലിച്ചെറിയുന്നു. അപ്പോൾ ആർത്തർ ചോദിക്കുന്നുണ്ട്, ആരാണ് അവർ? അപ്പോൾ ലിലിയ പറയുന്നുണ്ട്, അവർ സൈറസ് അക്കാദമിയിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, അവരെ കണ്ട കുറ്റവാളികളെ പോലെയുണ്ട്. അപ്പോൾ ലിലിയ പറയുന്നുണ്ട്, ആ യൂണിഫോം ധരിച്ചവരെ ഇവിടെ രാജകുടുംബങ്ങളെ പോലെയാണ് കാണുന്നത്. അതിനുശേഷം നമ്മുടെ ആർത്തർ ഒരു കടയുടെ ഫ്രണ്ടിലൂടെ നടന്നു പോകുമ്പോൾ അവൻ എന്തോ സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ ആ കടയുടെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ ടാബിത്ത പറയുന്നുണ്ട്, അവ ബീസ്റ്റ് കോർസ് ആണ്. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, ബീസ്റ്റ് കോറോ? അപ്പോൾ ടാബിത്ത പറയുന്നുണ്ട്, അതെ, മാന ബീസ്റ്റസിൽ നിന്ന് വേർതിരിച്ചെടുത്ത മാജിക് കോർ. ഇത് നമ്മുടെ മാന്ത്രിക ശക്തിയെ വർദ്ധിപ്പിക്കും. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, ബീസ്റ്റ് കോർ വിൽക്കാനും വാങ്ങാനും ഒക്കെ കഴിയുമല്ലേ? അപ്പോൾ നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട്, എൽവുകൾ ഇങ്ങനെ ചെയ്യാറില്ല. എന്നിട്ട് ടാബിത്ത പറയുന്നുണ്ട്, ഓരോ കോറിൻ്റെയും ഫലം അതിൻ്റെ തരത്തിനനുസരിച്ച് വ്യത്യസ്തപ്പെടും. ബീസ്റ്റ് കോറിന് ബീസ്റ്റ് വില്ലുണ്ടെങ്കിൽ അതിന് 100 സ്വർണ്ണ നാണയങ്ങൾ വില വരും. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, 100 സ്വർണ്ണ നാണയങ്ങളോ? അപ്പോൾ ആലീസ് പറയുന്നുണ്ട്, അതുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പട്ടണത്തിൽ 250 വർഷം വരെ ജീവിക്കാം. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, 250 വർഷമോ? അപ്പോൾ ടാബിത്ത പറയുന്നുണ്ട്, അടുത്ത തവണ ഞങ്ങൾ ബീസ്റ്റ് കോർ ലേലത്തിന് വെക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം നിനക്ക് ഞാൻ തൊടാൻ അനുവദിക്കാം. അപ്പോൾ ആർത്തർ ഓക്കെ എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ രാജാവ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എനിക്കിപ്പോൾ കിട്ടിയ ബീസ്റ്റ് വില്ലിൽ ഞാൻ സന്തുഷ്ടനാണ്. അപ്പോൾ ലിലിയ ചോദിക്കുന്നുണ്ട്, മമ്മ ബീസ്റ്റ് കോർ എനിക്ക് വാങ്ങിച്ചു തന്നൂടെ? അപ്പോൾ ടാബിത്ത പറയുന്നുണ്ട്, ഇല്ല, ബീസ്റ്റ് കോർ നിനക്ക് കിട്ടിയെന്ന് വിചാരിച്ച് നിൻ്റെ മാന അവയ്ക്കില്ല. അതുമാത്രമല്ല, ഇത്രയ്ക്കും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനം ഒരു ചെറിയ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ ലിലിയ പറയുന്നുണ്ട്, ഇതിനേക്കാൾ വില കുറഞ്ഞ വെപ്പൺസ് ഷോപ്പിലുണ്ടല്ലോ, അതെനിക്ക് വാങ്ങി തന്നൂടെ? അറ്റ്ലീസ്റ്റ് എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ ടാബിത്ത പറയുന്നുണ്ട്, ഇല്ല, ഈ സംഭാഷണം ഇവിടെ വെച്ച് നിർത്തിയേക്ക്. ആ ഷോട്ട് അവിടെ കട്ട് ചെയ്തതിന് ശേഷം ഇവരെല്ലാവരും ഡിന്നർ കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ ചിന്തിക്കുന്നുണ്ട്, ശരിക്കും എന്താണ് ലിലിയുടെ പ്രശ്നം? ഞാൻ മനസ്സിലാക്കിയതിൽ വെച്ച് അവളുടെ അമ്മ അവളെ ഒരു മേജാവാൻ വേണ്ടി തിടുക്കപ്പെടുത്തുന്നില്ല. പിന്നെ എന്ത് പ്രശ്നമാണ് അവളെ അലട്ടുന്നത്? എന്നിട്ട് ആർത്തർ ലിലിയെ നോക്കുമ്പോൾ അവളവിടെ കാണുന്നില്ല. അവളൊരു ഷോപ്പിൽ പോയിട്ട് ഒരു ബീസ്റ്റ് കോർ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, എൻ്റെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് ഇത് വാങ്ങാൻ കഴിയും. അപ്പോൾ ആർത്തർ ചോദിക്കുന്നുണ്ട്, നീ ശരിക്കും ഇത് വാങ്ങുന്നുണ്ടോ? അപ്പോൾ ലിലിയ ചോദിക്കുന്നുണ്ട്, ആർത്തർ നീ എന്താണ് ഇവിടെ? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, നിനക്ക് ബീസ്റ്റ് കോർ ലഭിച്ചാലും നിന്റെ മാന അവയ്ക്ക് ചെയ്യണമെന്നില്ല. അത് നിന്റെ അമ്മ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പം ലിലിയ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, അതെങ്ങനെ പറയാൻ പറ്റും? ട്രൈ ചെയ്താലല്ലേ നമുക്കത് അറിയാൻ പറ്റൂ. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, അത് വർക്കായില്ലെങ്കിലോ? അപ്പം ലിലിയ പറയുന്നുണ്ട്, ഇതുവരെ ഞാൻ ഒരുപാട് രീതികൾ പരീക്ഷിച്ചു. ഇവിടെ തോറ്റെന്ന് കരുതി ഞാൻ ഒരിക്കലും തളരില്ല.
നീയൊരു സ്പെഷ്യലായോണ്ട് നിനക്കതറിയില്ല. എൻ്റെ അച്ഛനും അമ്മയും ഇതുവരെ എന്നെ ഒരു ബീസ്റ്റ് കോർ തൊടാൻ അനുവദിച്ചിട്ടില്ല. അപ്പൊ രാജാവ് ചിന്തിക്കുന്നുണ്ട്, സോ ഇതാണല്ലേ ഇവളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യം. അപ്പൊ ആർത്തർ പറയുന്നുണ്ട്, ലിലിയ ഞാൻ പറയുന്നൊന്ന് കേക്ക്. അപ്പൊ ലിലിയ പറയുന്നുണ്ട്, എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്. അപ്പൊ അവള് സൈറസ് അക്കാദമിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ദേഹത്ത് തട്ടുന്നു. അപ്പൊ തന്നെ ലിലിയ സോറി പറയുന്നുണ്ട്. അപ്പൊ ആ കുട്ടി പറയുന്നുണ്ട്, നീ ഏതാണ് കുട്ടി? നീ ഇപ്പൊ പറഞ്ഞത് സോറിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾ ആരാണെന്ന് നിനക്കറിയാമോ? അപ്പൊ ആർത്തർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ആ യൂണിഫോം. അപ്പൊ അവിടേക്ക് ആ ഷോപ്പിന്റെ ഓണർ വന്ന് പറയുന്നുണ്ട്, ഏയ് ആരാണ് അവിടെ ബഹളം ഉണ്ടാക്കുന്നേ? അപ്പൊ അതിലൊരു കുട്ടി പറയുന്നുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പൊ അയാൾ പറയുന്നുണ്ട്, ഏയ് ഇല്ല, നിങ്ങൾക്ക് വേണ്ട സമയം എടുത്തോളൂ. എന്നിട്ട് ആ കുട്ടി ഫ്രണ്ടിൽ നിൽക്കുന്ന കുട്ടിയോട് പറയുന്നുണ്ട്, അയാൾ പറഞ്ഞത് കേട്ടില്ലേ? അപ്പൊ ഫ്രണ്ടിൽ നിൽക്കുന്ന കുട്ടി പറയുന്നുണ്ട്, ശരി, നമ്മൾ എന്തുകൊണ്ടാണ് കളിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവനവന്റെ മാജിക് പുറത്തെടുക്കുന്നു. അപ്പൊ രാജാവ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇത് പ്രശ്നമായി മാറിയിരിക്കുന്നു. ഞാൻ കാര്യങ്ങൾ സൗഹാർദ്ദപരമായി പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് നമ്മുടെ ആർത്തറിന്റെ പവറും പുറത്തെടുക്കുന്നു. അപ്പൊ അവിടേക്ക് ടാബിത്ത എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ മാന പിൻവലിക്ക്. അപ്പൊ ആ കടക്കാരൻ ടാബിത്തയെ നോക്കി പറയുന്നുണ്ട്, ഹേ, അവര് അക്കാഡമി സ്റ്റുഡൻസ് ആണ്. അവർക്ക് ദേഷ്യം വന്നാ അവർ ഈ കടയടക്കം നശിപ്പിക്കും. അപ്പൊ ടാബിത്ത പറയുന്നുണ്ട്, എൽസിയ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചാൽ നിങ്ങൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അപ്പൊ ആ കുട്ടിയോട് പറയുന്നുണ്ട്, എൽസി ഫാമിലിയോ? അവരല്ലേ ആക്ഷൻ ഹൗസിന്റെ ഓണേഴ്സ്. അതുമാത്രല്ല അവർ നമ്മുടെ അക്കാഡമിക്ക് ഡൊണേഷൻ നൽകാറുണ്ട്. ഡയറക്ടർ ഇത് വല്ല അറിഞ്ഞാ ആകെ പ്രശ്നാവും എന്ന് പറഞ്ഞിട്ട് അവരോടൊന്ന് പോകുന്നു. അപ്പൊ അതിലൊരു കുട്ടി ലിലിയെ നോക്കി പറയുന്നുണ്ട്, കഴിവില്ലാത്ത വിട്ടി, നീ നിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് അക്കാഡമിയിൽ സീറ്റ് വാങ്ങും. അപ്പൊ ആർത്തർ അവനെ തല്ലാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലിലിയ ആർത്തറിന്റെ കൈ പിടിച്ചു വെക്കുന്നു. ആ ഷോട്ടോടെ കട്ട് ചെയ്തതിനു ശേഷം വിൻസെന്റ് പറയുന്നുണ്ട്, എന്ത് നീ അക്കാദമിയിലെ പിള്ളേരുമായിട്ട് തല്ലുണ്ടാക്കിയോ? അപ്പൊ ടാബിത്ത് പറയുന്നുണ്ട്, ഇല്ല, അത് സംഭവിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവരെ തടഞ്ഞു. അപ്പൊ ആലീസ് പറയുന്നുണ്ട്, എനിക്ക് ആ സ്റ്റുഡൻസിനെ കുറിച്ചായിരുന്നു ആശങ്ക. അപ്പൊ ലിലിയ പറയുന്നുണ്ട്, സോറി പപ്പ. അപ്പൊ വിൻസെന്റ് പറയുന്നുണ്ട്, ലിലിയ നീ വിഷമിക്കേണ്ട കാര്യമില്ല. ആർത്തർ നീയും വിഷമിക്കേണ്ട. ഈ കാര്യങ്ങളൊന്നും നീ അക്കാദമിയിൽ ചേരുന്നതിനെ ബാധിക്കില്ല. കാരണം ഞങ്ങൾ അക്കാദമിക്ക് സംഭാവനകൾ നൽകാറുണ്ട്. അതുകൊണ്ട് നിന്റെ സീറ്റ് നഷ്ടപ്പെടില്ല. അപ്പൊ ലിലിയ ചോദിക്കുന്നുണ്ട്, പപ്പ എനിക്ക് പകരം ആർത്തറിനെ അക്കാദമിയിൽ ചേർക്കാൻ നോക്കുവാണോ? അപ്പൊ വിൻസെന്റ് പറയുന്നുണ്ട്, ഏയ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ലിലിയ പറയുന്നുണ്ട്, എനിക്കിതുവരെ മാജിക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പപ്പ എനിക്ക് പകരം ആർത്തറിനെ അക്കാദമിയിൽ ചേർക്കാൻ പോവുകയാണ്. അപ്പൊ ടാബിത്ത പറയുന്നുണ്ട്, ലിലിയ നീ എന്തൊക്കെ പറയുന്നേ? നീയൊന്ന് കൂളാവ്. അപ്പൊ ലിലിയ കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, പപ്പ ഞാൻ നിങ്ങളെ വെറുക്കുന്നു. ആർത്തർ, ഞാൻ നിന്നെയും വെറുക്കുന്നു. സോ ആ ഷോട്ട് അവിടെ കട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ലിലിയുടെ പാസ്റ്റ് ആണ് കാണിക്കുന്നത്. അതിലവള് പറയുന്നുണ്ട്, അക്കാദമിയോ? അപ്പൊ വിൻസെന്റ് പറയുന്നുണ്ട്, അതെ, നീ വളരുമ്പോൾ ഒരു മേജാവാൻ വേണ്ടി ചേരുന്ന സ്കൂളാണത്. ഇപ്പൊ ലിലിയ പറയുന്നുണ്ട്, ഞാനൊരു മേജാകും. ആ ഷോട്ട് അവിടെ കട്ട് ചെയ്തതിനു ശേഷം ലിലിയ ടാബിത്തയോട് ചോദിക്കുന്നുണ്ട്, മമ്മ എപ്പോഴാണ് എൻ്റെ മാജിക് ഉണരുക? അപ്പൊ ടാബിത്ത പറയുന്നുണ്ട്, നീ അതിന് തിടുക്കം കൂട്ടേണ്ട കാര്യമില്ല. നീ ഇപ്പൊ ഒരു ചെറിയ കുട്ടിയാണ്. സോ ആ ഷോട്ട് അവിടെ കട്ട് ചെയ്തതിനു ശേഷം ആർത്തർ ലിലിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ലിലിയ നിന്റെ മാതാപിതാക്കൾ നിന്നെ കാണാത്തതിൽ വിഷമിക്കുന്നുണ്ട്. അപ്പൊ ആർത്തർ പറയുന്നുണ്ട്, ലിലിയ ഞാൻ. അപ്പൊ രാജാവ് ചിന്തിക്കുന്നുണ്ട്, ക്ഷമ ചോദിക്കുന്നത് ചിലപ്പോൾ അഹങ്കാരമുണ്ടാക്കും. അപ്പൊ ലിലിയ പറയുന്നുണ്ട്, സോറി ആർത്തർ, എനിക്ക് നിന്നോട് അസൂയ തോന്നി. നീ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് വലിയ ശക്തി കാണിച്ചു. നീ പപ്പയുടെ ശ്രദ്ധ മുഴുവൻ നേടി. ഇവിടെ കുറ്റക്കാരി ഞാൻ തന്നെയാണ്. കാരണം എനിക്ക് മാജിക്കിലേക്ക് ഉണരാൻ കഴിഞ്ഞില്ല. അതിലെൻ്റെ മാതാപിതാക്കൾക്ക് നിരാശയുണ്ട്. അപ്പൊ ആർത്തർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈ വികാരങ്ങളെല്ലാം എനിക്ക് പരിചിതമാണ്. സ്വയം കുറ്റപ്പെടുത്തലിൻ്റെയും സ്വയം സംശയത്തിൻ്റെയും വികാരം. എന്നിട്ട് നമ്മുടെ ആർത്തർ ലിലിയുടെ കവളി പിടിച്ചോണ്ട് പറയുന്നുണ്ട്, നീ നന്നായി കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം ലിലിയ. ഞാൻ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് അകലെയായിരുന്നപ്പോൾ എന്നെ ഇങ്ങനെ ആശ്വസിപ്പിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആർത്തർ ടെസിക്ക് ഇഷ്ടപ്പെട്ട ആ പുഷ്പത്തെ കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ ലിലിയ പറയുന്നുണ്ട്, വളരെ മനോഹരം. എന്നിട്ട് ആർത്തർ പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുഷ്പമാണിത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പെൺകുട്ടിയാണ് ഈ പുഷ്പത്തെ എനിക്ക് കാണിച്ചു തന്നത്. നിന്റെ മാതാപിതാക്കൾക്ക് നീ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെന്നറിയാം. നിന്റെ പിതാവിന് നിന്നിൽ നല്ല പ്രതീക്ഷയുണ്ട്. എലിനോറിനെ പോലെ. ഞാനൊരു സ്പെഷ്യൽ കേസാണ് എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ടത്. അപ്പൊ അത് കേട്ടിട്ട് നമ്മുടെ ലിലിയ ചിരിക്കുന്നു. എന്നിട്ട് ലിലിയ പറയുന്നുണ്ട്, പപ്പ എന്നെ സന്തോഷിപ്പിക്കാൻ എന്നെ ഒരു മേജാക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അക്കാദമിക്ക് സംഭാവന നൽകുന്നത്. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് വളരെ സെൽഫിഷായി ചിന്തിച്ചു. അപ്പൊ ആർത്തർ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി. അപ്പൊ ആർത്തർ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ലിലിയ നിനക്ക് ശരിക്കും മാജിക് ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ടോ? അപ്പൊ ലിലിയ എന്ന് പറയുന്നു. ആ ഷോട്ട് അവിടെ കട്ട് ചെയ്തതിനു ശേഷം വിൻസെന്റ് ചോദിക്കുന്നുണ്ട്, ആർത്തർ നീ എന്താണ് പറയുന്നത്? ലിലിയ വീട് വിട്ടു പോയെന്നോ? അപ്പൊ ആർത്തർ പറയുന്നുണ്ട്, അവളുടെ ഉള്ളിലുള്ള മാജിക്കിനെ ഉണർത്താൻ വേണ്ടി ഞാൻ പരിശീലിച്ച സ്ഥലത്തേക്ക് അവളെ ഞാൻ അയച്ചു. അപ്പൊ ടാബിത്ത പറയുന്നുണ്ട്, ട്രെയിൻ ചെയ്യാനോ? അപ്പൊ ആലീസ് ചോദിക്കുന്നുണ്ട്, ആർത്തർ നീ എവിടേക്കാണ് അവളെ അയച്ചത്?
അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, "ആ സ്ഥലത്തെ ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. അവിടെ അവൾ സേഫ് ആയിരിക്കും. അതിന് ഞാൻ വാക്ക് തരാം." അപ്പോൾ വിൻസെന്റ് പറയുന്നുണ്ട്, "അതൊന്നല്ല ഇവിടുത്തെ പ്രശ്നം. ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ നീ എന്തിനാണ് അവളെ അവിടേക്ക് അയച്ചത്?" അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, "ലിലി എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ഈ കാര്യം പറയരുതെന്ന്. നിങ്ങളെ രണ്ടുപേരെയും കണ്ടാൽ അവളെടുത്ത തീരുമാനത്തിൽ നിന്ന് അവൾ പിന്മാറും. അതുകൊണ്ട് അവൾ നിങ്ങൾക്കൊരു കത്ത് എഴുതിയിട്ടുണ്ട്." അപ്പോൾ വിൻസെന്റ് ആ കത്ത് വായിക്കുന്നുണ്ട്. "പപ്പ, മമ്മ, എനിക്കിതുവരെയായിട്ടും മാജിക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കഴിവില്ലാത്തവളാണ്. എത്ര വർഷങ്ങളെടുത്താലും ഞാനൊരു മേജായി മാറും. എന്നിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. അതുവരെ ദയവായി സുഖമായിരിക്കുക." അപ്പോൾ വിൻസെന്റ് പറയുന്നുണ്ട്, "ലിലി ഒരു മേജായാൽ അവൾ അവളുടെ ഭാവിയിൽ സന്തോഷിക്കുമെന്ന് വിചാരിച്ച് ഞാൻ അവളെ ഒരു മേജാവാൻ വേണ്ടി നിർബന്ധിച്ചു. പക്ഷേ അവൾക്കൊരു മേജാവാൻ ആഗ്രഹമില്ലായിരുന്നു. ഇനി അവൾക്ക് മാജിക് യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവൾ എൻ്റെ പ്രിയപ്പെട്ട മകൾ തന്നെയാണ്." അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, "നീ ഇത് കേട്ടില്ലേ ലിലിയ?" അപ്പോൾ നമ്മുടെ ലിലിയ ആ വാതിലിൻ്റെ പിന്നിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, "ഇപ്പോഴെന്തായി? ഞാൻ പറഞ്ഞതുപോലെ ആയില്ലേ?" അപ്പോൾ വിൻസെന്റ് ചോദിക്കുന്നുണ്ട്, "എന്താണ് ഇവിടെ നടക്കുന്നേ?" അപ്പോൾ ലിലിയ പറയുന്നുണ്ട്, "പപ്പ, മമ്മ, കള്ളം പറഞ്ഞതിന് എന്നോട് ക്ഷമിക്കണം." അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, "ലിലിയല്ല, ഞാനാണ് സോറി പറയേണ്ടത്. എന്നോട് ക്ഷമിക്കൂ. ഒരു കുട്ടിയെ കാണാതാവുക എന്നത് അവരുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് മരണത്തേക്കാൾ വലിയ സങ്കടമാണ്. ഞാൻ ഇതുപോലൊരു വട്ടം എൻ്റെ അമ്മയും അച്ഛനെയും സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെ രണ്ടുപേരെയും ഈ രീതിയിൽ പരീക്ഷിച്ചത് വേദനാജനകമാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല." അപ്പോൾ വിൻസെന്റ് പറയുന്നുണ്ട്, "അത് കുഴപ്പമില്ല ആർത്തർ. എല്ലാത്തിനും കാരണം ഞാനാണ്. ഞാൻ വളരെ ഇൻസെൻസിറ്റീവാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയ മകനെ ഞാൻ അക്കാദമിയിലേക്ക് ചേർക്കാൻ ശ്രമിച്ചു. റെയ്നോൾഡ്, ആലീസ്, അതിന് ഞങ്ങൾ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ലിലിയ, ഞാൻ നിന്നോടും ക്ഷമ ചോദിക്കുന്നു. നീ ഇനി ഒരിക്കലും ഒരു മേജാകണ്ട. ഞാൻ തീർച്ചയായും നിന്നെ സന്തോഷിപ്പിക്കും." അപ്പോൾ ലിലിയ പറയുന്നുണ്ട്, "പപ്പ, പക്ഷേ എനിക്കിപ്പോഴും അക്കാദമിയിൽ ചേരാൻ ആഗ്രഹമുണ്ട്. എത്ര സമയമെടുത്താലും ഞാൻ എൻ്റെ മാജിക് ഉപയോഗിക്കും. ഒരു ദിവസം ഞാനും ഒരു മേജാക്കും. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ആർത്തറിനെ പോലെ ഒരു മേജ്." അപ്പോൾ വിൻസെന്റും ആലീസും ലിലിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, "ഒരു ദിവസം നീയും ഒരു മേജാകും." അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, "എന്നാ പിന്നെ ലിലിയുടെ ഉള്ളിലുള്ള മാജിക്കിനെ ഞാൻ ഉണർത്താം." എന്നിട്ട് ലിലിയെയും അതുപോലെ എലനോറിനെയും ഒരു സ്ഥലത്തിരുത്തുന്നു. അപ്പോൾ എലനോർ ചോദിക്കുന്നുണ്ട്, "ചേട്ടാ, ഞാനിങ്ങനെ ചെയ്താ എനിക്ക് ചേട്ടൻ്റെ അത്ര ശക്തി ലഭിക്കുമോ?" അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, "തീർച്ചയായും." അപ്പോൾ ടാബിത്ത് പറയുന്നുണ്ട്, "ആർത്തർ അവർക്ക് ദോഷമുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. അവൻ കഴിവുള്ളവനാണ്. എന്നാലും ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്." അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, "ആദ്യത്തെ സ്റ്റെപ്പ് ബ്രീത്തിങ് ആണ്." അപ്പോൾ ലിലിയ പറയുന്നുണ്ട്, "ബ്രീത്തിങ്ങോ?" അപ്പോൾ രാജാവ് ചിന്തിക്കുന്നുണ്ട്, "മാൻ ഏറ്റവും സെൻസിറ്റീവ് ആയിരിക്കുന്നത് കൃത്യമായ താളത്തിലും ആഴത്തിലും ശ്വസിക്കുമ്പോഴാണ്. എനിക്കവരെ വ്യക്തമാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു." അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, "ആഴത്തിലുള്ള ശ്വാസം വലിച്ചെടുക്കുക. എന്നിട്ടത് പതുക്കെ പുറത്തേക്ക് വിടുക. ആഴത്തിലുള്ള ശ്വാസം വലിച്ചെടുക്കുക, അതുപോലെ പുറത്തേക്ക് വിടുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യണം." അപ്പോൾ നമ്മുടെ ലിലിയും എലനോറും ആർത്തർ പറഞ്ഞ പോലെ ചെയ്യുന്നു. എന്നിട്ട് ആർത്തർ പറയുന്നുണ്ട്, "ഇനി നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് ആ ഇരുട്ടിൽ വെളിച്ചം പ്രത്യക്ഷപ്പെടുന്നത് വരെ കാത്തിരിക്കുക." അപ്പോൾ എലനോർ പറയുന്നുണ്ട്, "വാവ്, മനോഹരമായ വെളിച്ചങ്ങൾ. ശ്ശേ, ആ വെളിച്ചങ്ങൾ പോയി." അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, "നീ ബ്രീത്തിങ് നിർത്തിയോണ്ടാണ് അത് പോയത്. നീ വീണ്ടും ബ്രീത്തിങ് തുടരൂ." അപ്പോൾ ലിലിയ ചോദിക്കുന്നുണ്ട്, "എനിക്കിപ്പോഴും ഒന്നും കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണത്?" അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, "തിരക്ക് കൂട്ടണ്ട ലിലിയ. നീ വെയിറ്റ് ചെയ്യ്. നീ ശ്വാസം മെല്ലെ എടുത്തോണ്ടിരിക്കേ." അപ്പം നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട്, "എൻ്റെ തിയറി ശരിയാണെങ്കിൽ." എന്നിട്ട് ആർത്തർ ലിലിയുടെയും എലനോറിൻ്റെയും പിന്നിൽ കൈവച്ചുകൊണ്ട് പറയുന്നുണ്ട്, "ലിലിയ, എലനോർ, നിങ്ങൾക്ക് ചെറിയ ചൂട് അനുഭവപ്പെട്ടേക്കാം. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ശ്വസിക്കണം." അപ്പം ലിലിയ പറയുന്നുണ്ട്, "ആർത്തർ, നീ കാണിച്ചു തന്ന പുഷ്പം പോലെയുള്ള മനോഹരമായ വെളിച്ചങ്ങൾ ഞാൻ കാണുന്നുണ്ട്." സോ ഇപ്പം നമ്മുടെ ലിലിയുടെ മാജിക് അവേക്കായിരിക്കുന്നു. അതിൻ്റെ സന്തോഷത്തിൽ അവർ പാർട്ടി നടത്തുന്നുണ്ട്. ആ പാർട്ടിയിലുള്ള എല്ലാവരും നമ്മുടെ ലിലിയെ അഭിനന്ദിക്കുന്നുണ്ട്. അപ്പം ആ മുത്തശ്ശി പറയുന്നുണ്ട്, "ലിലിയ, ഇനി എത്ര വേണമെങ്കിലും നീ താറാവിറച്ചി കഴിച്ചോളൂ." അപ്പം ആർത്തർ പറയുന്നുണ്ട്, "ലിലിയ, നിന്റെ മാജിക് സ്ഥിരതപ്പെടാൻ 2 3 വർഷങ്ങളെടുക്കും. ഇത് പ്രയാസമാണെന്ന് എനിക്കറിയാം. എന്നാലും നീ ഡെയിലി ട്രെയിൻ ചെയ്യണം." അപ്പം ലിലിയ പറയുന്നുണ്ട്, "ആർത്തർ, എനിക്ക് ഏത് എലമെൻ്റാണ് ഉപയോഗിക്കാൻ കഴിയുക? അതിലെനിക്ക് നല്ല ആകാംക്ഷയുണ്ട്." ഇത് കേട്ടപ്പോൾ നമ്മുടെ ആർത്തറും ലില്ലിയും ചിരിക്കുന്നുണ്ട്. സോ ആ ഷോട്ട് അവിടെ കട്ട് ചെയ്തതിന് ശേഷം കുറേ സോൾജേഴ്സ് നടന്നു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിലൊരു സോൾജർ പറയുന്നുണ്ട്, "ആക്ഷൻ ഹൗസ്, അതിലെന്നെ രസിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടാകുമോ?" സോ ഇവിടെ വെച്ച് ഇതിൻ്റെ 9ാമത്തെ എപ്പിസോഡ് കഴിയുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്ബും ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം.